السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, ഏറെ പ്രൗഢോജ്വലമായ ഒരാദർശ മുഖാമുഖത്തിൻ്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ തുടങ്ങിയ നമ്മുടെ തൗഹീദി ആദർശവുമായി ഏറെ ബന്ധപ്പെട്ട ചില വിഷയത്തെക്കുറിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മുഖാമുഖം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇതുപോലെയുള്ള നമ്മുടെ ആദർശ പഠന വേദികളിൽ പ്രഥമമായും പ്രധാനമായും ഏറെ ഗൗരവകരമായി നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആദർശത്തിൽ നാം നിലകൊള്ളുന്ന ആ തൗഹീദിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിഷയങ്ങളെ അത്രയും ഗൗരവത്തിൽ നോക്കിക്കാണുന്നത്.
ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ലോക മുസ്ലിം സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തിനകത്തോ നാം ജീവിക്കുന്ന ചുറ്റുപാടിലോ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തെ സംബന്ധിച്ച് ലോക മുസ്ലിം സമൂഹം ഒരുപോലെ പരിഹാരം തേടുമ്പോൾ സ്വാഭാവികമായി അതിനുള്ള ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് സൃഷ്ടാവും സംരക്ഷകനും സർവോപരി നമ്മുടെ നിയന്താവുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക എന്നതല്ലാതെ ശാശ്വതമായ പ്രായോഗികമായ മറ്റൊരു പരിഹാരവും നമ്മുടെ മുമ്പിലില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാനാണ്, ആ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങി വരാനാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു കർമ്മവുമില്ല എന്നത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുള്ള കാര്യവുമാണത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്തിന്റെ 33-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യം വിശദീകരിക്കുന്നത് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്കു പറഞ്ഞവൻ ആരുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും അതേപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ അമലുസ്വാലിഹിൽ പ്രവർത്തിക്കുകയും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിച്ചവനാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്കു പറഞ്ഞവൻ ആരുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിലേക്ക് വിളിക്കുക എന്നത് എത്രമേൽ മഹത്തരമായ ഒരു കർമ്മമാണ് എന്ന കാര്യം, അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാകണമെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നലകളിൽ ഈ ദൗത്യം നിർവഹിച്ച ആളുകൾ ആരാണ് എന്ന് ഒരു വേള നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാവുക. ആദിമ മനുഷ്യൻ മഹാനായ അബുൽ ബശർ നബി ആദം അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെങ്കിലും ആ സമൂഹത്തോട്, ആ സമൂഹത്തെ ക്ഷണിച്ചത്, ആ സമൂഹത്തെ വിളിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ സമൂഹങ്ങളിലേക്കും നാം റസൂലുകളെ, ദൂതന്മാരെ, ദൈവിക ദൂതന്മാരെ നാം പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനാണ്? വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ആ പ്രവാചക പരമ്പരയിൽ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ വ്യത്യസ്തങ്ങളായ ഉമ്മത്തുകളിലേക്ക് കടന്നുപോയ ആ ദൈവിക ദൂതന്മാരായ റസൂലുകൾ, അവരെല്ലാവരും ആ ഉമ്മത്തിനെ, ആ ജനങ്ങളെ, ആ സമുദായത്തെ അവർ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞത് അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ, വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന ദൈവേതര മൂർത്തികളെ, കുല്ലമാ അബുദ മിൻ ദൂനില്ലാഹ്, കുല്ലമാ യുഅബദു മിൻ ദൂനില്ലാഹ്,
അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരായി ഏതെല്ലാം സമൂഹം ആരെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ആ മുഴുവൻ ആളുകളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവേതര മൂർത്തികളെ, ശക്തികളെ നിങ്ങൾ വെടിയണേ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന ആ മഹിതമായ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം പറയാനാണ്, പഠിപ്പിക്കാനാണ്, അത് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. കാരണം പ്രവാചകന്മാർ കടന്നുപോയ ജനതയിൽ, വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ അള്ളാഹുവിന് പുറമെയുള്ള പലരെയും വിളിച്ചു പ്രാർത്ഥിച്ച, ആരാധിച്ച സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ, അതേപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്നവർ, അത് കാലഘട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനത, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനത, മൂസ അലൈഹിസ്സലാമയുടെ ജനത, ഈസ അലൈഹിസ്സലാമയുടെ ജനത, ഇങ്ങനെ ലോകത്തിന്റെ ഇന്നലകളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അധ്യാപനങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാർ ആ ജനങ്ങളെ അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയിൽ നിന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ വളരെ കൃത്യമായി ബോധിപ്പിച്ചത് കാണാൻ കഴിയും. അവ്വലുർ റുസുൽ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് ഏകദേശം 1000ഓളം വർഷക്കാലം തന്റെ ജനതകൾക്ക് കഴിച്ചുകൂട്ടിയ ആ നൂഹ് അലൈഹിസ്സലാം അവരോട് ഏറെ പ്രാധാന്യത്തോട് കൂടി പറഞ്ഞ ആശയം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലൂടെ വിവരിക്കുന്നത് കാണാൻ കഴിയും. നൂഹ് അലൈഹിസ്സലാം മാത്രമല്ല, ഹൂദ് അലൈഹിസ്സലാമയെ പോലെ മറ്റു പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഒരേ വാചകമാണ്. ആ പ്രവാചകന്മാരൊക്കെയും തങ്ങളുടെ ജനതയോട് വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ ഒരുപോലെ സമാനമായ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ആ അല്ലാഹു അല്ലാതെ, റബ്ബല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതേ സൂറത്തു അഅറാഫിന്റെ 65-ാമത്തെ വചനത്തിൽ മഹാനായ ഹൂദ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ വാചകമായി അല്ലാഹു പറഞ്ഞതും ഇതേ വാക്ക് തന്നെയാണ്. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ, റബ്ബല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല എന്ന് മഹാനായ ഹൂദ് അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞത് നൂഹ് അലൈഹിസ്സലാമാണ്. 950 വർഷക്കാലം തന്റെ ജനതയിലെ ആ മനുഷ്യരോട് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനായി മറ്റാരുമില്ല എന്നാണെങ്കിൽ, കാലം കഴിഞ്ഞു പോയപ്പോ ഹൂദ് അലൈഹിസ്സലാം അടുത്ത ജനതയിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞ വാക്കും ഇത് തന്നെയാണ്, ഒരേ വാക്കു തന്നെയാണ്. മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. എന്താ പറഞ്ഞത്? യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല എന്നാണ്. പ്രവാചകന്മാര് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ജനതയിലേക്ക് കടന്നു പോകുന്നുണ്ട് എങ്കിലും പറയുന്ന വാക്ക് അത് ഒരേ വാക്കു തന്നെയാണ്, ഒരേ ആദർശം തന്നെയാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിന് പുറമെയുള്ളവരെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് മഹാന്മാരായ പ്രവാചകന്മാർ. സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ വാക്ക് നോക്കിയാൽ ഇതേ വാചകം തന്നെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, ഉഅ്ബുദുല്ലാഹ വത്തഖൂഹു, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ശുഐബ് അലൈഹിസ്സലാമിന്റെ വാചകം നോക്കിയാൽ, ഈസാ അലൈഹിസ്സലാമിന്റെ വാക്ക് നോക്കിയാൽ, ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ
നാം എടുത്തു പരിശോധിച്ചാൽ അവര് മുഴുവൻ ആ ജനങ്ങളോട് നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണേ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയെ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ, നിങ്ങൾ നേർച്ച വഴിപാട് അർപ്പിക്കുന്നവയെ നിങ്ങൾ വെടിയണേ എന്നാണ് ലോകത്ത് കടന്നുപോയ അമ്പിയാക്കന്മാരെല്ലാം നിർവഹിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധന ദൗത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യമൊന്ന് വ്യക്തമാക്കുന്നത് കാണാം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന പ്രവാചകന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ്. ആ മുഹമ്മദ് നബിയെ വിളിച്ചിട്ട് അല്ല പറയാൻ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ, അവർക്ക് നാം ബോധനം നൽകിയിട്ടല്ലാതെ, അന്നഹു, നിശ്ചയമായും അവർക്ക് നാം ബോധനം നൽകിയത്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഞാനല്ലാതെ ഒരാരാധ്യനുമില്ല, അതുകൊണ്ട് ഫഅബ്ദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ, അവരെന്നെ മാത്രം ഇബാദത്ത് ചെയ്യണേ എന്നാണ് മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരോടും നാം വഹി നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, ഇത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ആ ജനതയോട് പറഞ്ഞ പ്രവാചകന്മാരുടെ ദൗത്യമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്നത് ഈ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. അല്ലാഹുവിന് പുറമെ ഇന്ന് സമൂഹത്തിൽ ഓരോ വിഭാഗങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ആരെയോടൊക്കെ ആരാധനകൾ അർപ്പിക്കുന്നതോ, അത് നേർച്ചയാകട്ടെ, സത്യം ചെയ്യലുകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, ഏതെല്ലാം ആരാധനകൾ അല്ലാഹുവിന് പുറമെ സമൂഹത്തിൽ ഏതെല്ലാം ആളുകൾ നിർവഹിക്കുന്നുവോ അതിൽ നിന്ന് സമൂഹത്തെ പരിപൂർണമായി അല്ലാഹുവിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന ആ ഒരു ആദർശമാണ്, എന്ന ഒരു ദൗത്യമാണ് ഇന്നലകളിലെ പ്രവാചകന്മാരായ ആളുകൾ അതത് സമൂഹത്തെ നിർവഹിച്ചത്. അത് തന്നെയാണ് മുജാഹിദുകളെ, സലഫികളെ നമുക്കും നിർവഹിക്കാനുള്ളത്. അതിലൂടെയല്ലാതെ ഒരു സമൂഹത്തിനും ആത്യന്തികമായ വിജയം വരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിനു പകരം, ആ അല്ലാഹുവിന് നേർച്ച വഴിപാട് അർപ്പിക്കേണ്ടതിനു പകരം, ആ അല്ലാഹുവിനെ ആരാധനകൾ മുഴുവൻ അർപ്പിക്കേണ്ടതിനു പകരം ആ അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമകളെ മാറ്റിക്കൊണ്ടുപോവുക എന്നതാണ് ഇന്ന് സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ലോകത്തുള്ള ആളുകളിലെ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ അല്ലാഹുവിന് ആരാധനകൾ സമർപ്പിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കേണ്ട ഈ ഉമ്മത്തിന് ഏതെല്ലാം കാരണങ്ങൾ പറഞ്ഞ് അല്ലാഹുവിൽ നിന്ന് ഈ സമൂഹത്തെ അടർത്തി മാറ്റാമെന്നാണ് പുരോഹിതന്മാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനത്തിലൂടെ അത്തരം പണ്ഡിതന്മാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാർ അഖിലം തങ്ങളുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന ജനങ്ങളെ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി. അവരെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന് മാത്രം നേർച്ച വഴിപാട് അർപ്പിക്കുന്ന, അല്ലാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നവരായി ആ പ്രവാചകന്മാർ ആ ജനതയെ വഴി നടത്തിയെങ്കിൽ ആ പ്രവാചകന്മാർ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരാനില്ല. അതുകൊണ്ട് തന്നെ ആകാശത്തിന്റെ വിരുമാറിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഒരു വഹയിന്റെ അധ്യാപനം ഇനി വരാനുമില്ല. സ്വാഭാവികമായി ഈ ഉമ്മത്തിലെ വിശ്വാസികളായ മനുഷ്യരായ അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹുവിലേക്ക് വഴി നടത്തുക എന്നത് പണ്ഡിതന്മാർ
അതത് സമൂഹത്തിലെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ദൗത്യമാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാഉകൾ ഒരു നാട്ടിലെ, ഒരു സമൂഹത്തിലെ ഖുർആൻ പഠിച്ച, പ്രവാചകന്റെ സുന്നത്ത് പഠിച്ച, ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കിയ ആ പണ്ഡിതന്മാർക്ക് അതത് സമൂഹത്തിലെ സാധാരണക്കാരായ മറ്റുള്ള ആളുകളെക്കാൾ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ദൗത്യം എന്താണ്? ഇന്നലകളിൽ പ്രവാചകന്മാർ ചെയ്തതുപോലെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതുപോലെ തങ്ങളുടെ ഉമ്മത്തിലെ, സമൂഹത്തിലെ ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ദൗത്യം. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് അല്ലാഹു പറഞ്ഞയച്ച, അല്ലാഹു തെരഞ്ഞെടുത്ത, വഹ്യു നൽകിയ, റബ്ബ് ആദരിച്ച ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് സമൂഹത്തിലെ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ട, അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കേണ്ട, റബ്ബിനെ പരിചയപ്പെടുത്തേണ്ട, രക്ഷിതാവിനെ, അല്ലാഹുവിനെ, ഇലാഹിനെ ലോകത്ത് പരിചയപ്പെടുത്തേണ്ട പണ്ഡിതന്മാരെ ആരെയാ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയി, അതല്ലെങ്കിൽ നാട് നീളെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹുവിനെ പറ്റിയിട്ടാണോ? തൗഹീദിനെ കുറിച്ചിട്ടാണോ? തൗഹീദ് റുബൂബിയ്യത്തിനെ കുറിച്ചാണോ? ഉലൂഹിയത്തിനെ കുറിച്ചാണോ? അസ്മാഉ വസിഫാത്തുകളെ കുറിച്ചാണോ? അല്ലാഹുവിനെ സംബന്ധിച്ചാണോ? ആരാധനകളെ സംബന്ധിച്ചാണോ? അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പണ്ഡിതന്മാർക്ക് നേരമില്ല. പിന്നെയോ ഓരോരോ ചങ്ങന്മാരെ കുറിച്ച്, അതേപോലെ തന്നെ വലിയകളെ കുറിച്ച് നമുക്കറിയാം. തൊട്ടടുത്തുള്ള കോഴിക്കോട്ടുകാരനായ മടവൂർ സ്വദേശിയായ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു പണ്ഡിത കുടുംബത്തിലെ പണ്ഡിതർമ്മം നിർവഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന, ഒരൽപ്പം മാനസിക തകരാറ് വന്ന CM എന്ന് പറയുന്ന പേരിലുള്ള ഒരു വലിയ മനുഷ്യനെ പരിചയപ്പെടുത്താൻ, എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ സകല വിശേഷണങ്ങളും അല്ലാഹുവിന്റെ സകല അഫ്ആലുകളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. CM വലിയുള്ളയെ പരിചയപ്പെടുത്തുമ്പോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും മഹത്തായ ആയത്തെന്ന ആയത്തുൽ കുർസിയുടെ ആശയത്തോട് സമാനമായ രൂപത്തിൽ CM വലിയുള്ളയെ പരിചയപ്പെടുത്തുകയാണ്. ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, തൂകിയുറക്കം പോലും ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പരിചയപ്പെടുത്തിയ ആ വിശേഷണങ്ങളെ ഒരു മനുഷ്യനുമായി സാദൃശ്യപ്പെടുത്തുകയാണ്. അല്ലേ? ഇത് CM വലിയുള്ളയുടെ പേരിൽ പറയുന്നതിൽ മുസ്ലിം ഉമ്മത്തിന് അത്ഭുതമില്ല. കാരണം മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, മമ്പുറത്തങ്ങളുടെ പേരിൽ അല്ല, മുക്കുമൂലകളിൽ കാണുന്ന ജാറങ്ങളിൽ മറമാടപ്പെട്ട സകല വലിയുമാരുടെയും പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കളവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമുക്കറിയാം. ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലല്ലേ നാട്ടുകൾ ജാറമുള്ളത്? ഇങ്ങനെ മുനമ്പത്ത് ബീവിയുടെ, കുപ്പസ്വാമിയുടെ, ആരുടെ പേരെടുത്തു നോക്കിയാലും ശരി പറയാൻ എത്ര കഥകളാണ്. ആരാ സഹോദരങ്ങളെ ഈ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ട, അതുവഴി സ്വർഗത്തിന്റെ മാർഗം എളുപ്പമാക്കേണ്ട, തലപ്പാവ് ധരിച്ച പണ്ഡിത ദേശധാരികളായ സമൂഹം ആദരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലാഹുവിനെ കുറിച്ച് പറയല്ല, അല്ലാഹുവിന്റെ 99 അസ്മാഉൽ ഹുസ്നകളെ കുറിച്ച് വിശദീകരിക്കാനല്ല നേരം. മണിക്കൂറുകൾ, പാതിരാവാളുകൾ സോഷ്യൽ മീഡിയകളിൽ ഇന്ന് ഈ പണ്ഡിതന്മാർ നടത്തിയ, കൈകാര്യം ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കേ. ഇത് വെറുതെ ആരോപണം പറയല്ല. ഈ കാലഘട്ടത്തിൽ അവർ നടത്തുന്ന ദൗത്യം എന്താണ്? അല്ലാഹുവിനെ പറ്റി പറയാനാണോ? അല്ലാഹുവിനെ വിശദീകരിക്കാനാണോ? സമൂഹത്തെ സ്വർഗത്തിലേക്ക് നയിക്കാനാണോ? അല്ല സഹോദരങ്ങളെ. ആ സമയത്താണ് അല്ലാഹ് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ വാചകം സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിലെ മഹാഭൂരിപക്ഷം ആളുകളും ലയകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കഴിക്കുന്നവരാണ്. ന്യായമായിട്ടല്ല,
അന്യായമായി സമൂഹത്തിലെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കഴിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും. അത് മാത്രമല്ല പ്രശ്നം, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ആ സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുക്കേണ്ട പണ്ഡിതന്മാരുടെ പണി ആ ജനങ്ങളുടെ സമ്പത്ത് കഴിച്ചിട്ട്, ആ ജനങ്ങളുടെ സമ്പത്ത് കഴിച്ചിട്ട്, അവരുടെ ആഹാരം കഴിച്ചിട്ട് ആ ജനങ്ങളെ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് അവരിൽ നിന്ന് അകറ്റിക്കളയുകയാണ്, തെറ്റിച്ചു കളയുകയാണ് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, സമൂഹത്തോട് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്, ആ സമൂഹത്തെ പണ്ഡിതന്മാര് അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ആ ജനങ്ങളെ തെറ്റിക്കുകയാണ്. എന്നിട്ടും നരകത്തിന്റെ വഴിയിലേക്ക്, നരകത്തിന്റെ മാർഗത്തിലേക്ക് ആ ജനങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, ഇത് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുള്ളത് കൊണ്ട് പറയാണ്, സംഘടനാപരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഇല്ല സഹോദരങ്ങളെ, ഈ ലോകത്ത് മനുഷ്യരെ അല്ലാഹുവിന്റെ കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിജാലങ്ങളിലെ സവിശേഷ ബുദ്ധിയുള്ള ഉത്കൃഷ്ടരായ അത്യുന്നതരായ മനുഷ്യരെന്ന സൃഷ്ടികൾ, ആ മനുഷ്യരെന്ന അടിമകളെ, സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്കുള്ള ധർമ്മം എന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് മനുഷ്യരെന്ന വർഗത്തെ, ജിന്നുകളെന്ന വർഗത്തെ അല്ല പടച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ച കാര്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂനി, അവരെനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ. അല്ലാഹു പടച്ച, അല്ലാഹു സൃഷ്ടിച്ച അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ അത്യുന്നതങ്ങളാണ്. ഒരു വേള ഉയർന്നാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിവുള്ള ഈ അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യരെ അല്ല പടച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ ഇരുകരങ്ങളും നെഞ്ചത്ത് കൈവെട്ടിക്കൊണ്ട് ഓരോ മുസ്ലിമും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ആവർത്തിച്ചു പ്രഖ്യാപിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. പറയണം നീ, പ്രഖ്യാപിക്കണം നീ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ കരാറ് പറയണം. എന്തു പറയണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആവർത്തിച്ചു പറയാൻ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നിർവഹിക്കൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇബാദത്തായി എന്തെല്ലാം ഞങ്ങൾ നിർവഹിക്കുന്നുവോ അത് മുഴുവൻ നിനക്ക് മാത്രമായിരിക്കും. ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും ഞങ്ങൾ നിന്നോടല്ലാതെ സഹായം തേടുകയില്ല എന്ന് ഓരോ മുസ്ലിമും, ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ നിങ്ങൾ ആലോചിക്കണം. വെറുതെ നാട്ടുവർത്താനം പറയല്ല, വെറുതെ വിളിച്ചു പറയല്ല. വുളൂ ചെയ്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് അവന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ കഴുകി ഏറ്റവും നല്ല മനസ്സോടുകൂടെ അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവനെന്ന ആ വലിയ വാക്യം പറഞ്ഞ് നമസ്കാരമാകുന്ന തന്റെ രക്ഷിതാവിനോടുള്ള ആ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തുടർച്ചയായി അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ആഴവും മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, റബ്ബേ, രക്ഷിതാവേ, നിനക്കു മാത്രമേ ഞങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. വാദിക്കാനും തർക്കിക്കാനും മറുപടി പറയാനും ശ്രമിക്കുന്നവരെ ഡോക്ടറോട് സഹായം തേടില്ലേ? അതേപോലെ തന്നെ നായനെ കൊണ്ട് ആനെ കൊണ്ടൊക്കെ പഴപ്പിക്കണില്ലേ എന്ന് പറയുന്നവരോടുള്ള മറുപടിയല്ല. പകരം ഒരു വിശ്വാസി ആ രക്ഷിതാവിനോട് പറയാൻ, പടച്ചവനെ നിന്നോട് മാത്രമേ, നിനക്ക് മാത്രമേ ഇബാദത്തുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്ന് ഓരോ വിശ്വാസിയെ കൊണ്ടും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, ആ ആരാധനകളിൽ
ആരാധനകൾ ഏതെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാത്ത മറ്റാർക്കെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വകവെച്ചു കൊടുത്താൽ, അത് പ്രാർത്ഥനയിലൂടെയോ നേർച്ച വഴിപാടുകളിലൂടെയോ സത്യം ചെയ്യലുകളിലൂടെയോ, ആലോചിച്ച് നോക്കണം. അപ്പൊ പറയാണ് ഈ പണ്ഡിതന്മാരായ ആളുകൾ, ഞങ്ങള് അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യണില്ല, പിന്നെ ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്. അറബി ഭാഷയിലെ ഇസ്ലാമിന്റെ ചില പ്രമാണങ്ങളിൽ വന്ന അതല്ലെങ്കിൽ ചില സാങ്കേതികമായ വാക്കുകൾ കൊണ്ട് കളിക്കുകയാണ്. ഞങ്ങള് ഇസ്തിഗാസ ചെയ്യാൻ അല്ല, ഞങ്ങൾ ഇസ്തിആദ നിർവഹിക്കാൻ അല്ല, ഞങ്ങള് ഇസ്തിആന ചെയ്യാണ്, അല്ല ഞങ്ങൾ ഇസ്തിശ്ഫാഅ് ചെയ്യണത്, നേർക്ക് നേരെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരു വേള സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതിന്റെ പേരിൽ ഒരൽപ്പം ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ സമൂഹം അംഗീകരിക്കില്ലേ എന്ന് പേടിച്ചിട്ട് ഒരാൾ പോലും അതിൽ പെട്ടുപോകരുത് എന്നുള്ള താല്പര്യം കൊണ്ടല്ല, മുഴുവൻ ആളുകളെയും അതിൽ പെടുത്തണമെന്ന് നൂറ് ന്യായങ്ങളാ. അള്ളാഹിനോട് പറയാനല്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനല്ല, മുഹീദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കാൻ. നമ്മൾ കേട്ടതല്ലേ, ഒരാള് മരിക്കാൻ നേരത്തെ മൻ കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന പ്രവാചകന്റെ വചനം അവസാനമായി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഒരാൾ ചോദിച്ചില്ലേ, ഒരാള് ബദരീകളെന്നോ മമ്പർത്തങ്ങളെന്നോ അല്ലെങ്കിൽ CM വളിയുള്ള എന്ന് പറഞ്ഞിട്ടാ മരിച്ചതെങ്കിലോ, അതിനും പുരോഹിതന്മാർക്ക് മറുപടിയുണ്ട് കൂട്ടരെ, അതിനും മറുപടിയുണ്ട്. അവർ പറയാണ്, അങ്ങനെ വിളിച്ചാൽ അവരുടെ മദദ് കൊണ്ട്, ഫള് കൊണ്ട്, അവരുടെ കറാമത്ത് കൊണ്ട്, അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഓരെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചിട്ടേ അല്ലാഹു മരിപ്പിക്കുള്ളൂ. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ന്യായീകരിക്കാൻ, സമർത്ഥിക്കാൻ, വാദിക്കാൻ ഇത്രയും കഴിവുള്ള പണ്ഡിതന്മാരെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാനല്ല, അള്ളാഹുവിന്റെ അടിമകളായ സാധാരണക്കാരായ മനുഷ്യർക്ക് വിലായത്തില്ലേ, കറാമത്തില്ലേ, ഓരുണ്ടാക്കിക്കോളും. കഥകൾക്കൊരു പഞ്ഞവുമില്ല, എത്ര വേണമെങ്കിലും കഥകൾ പറയാം. ഇല്ലാത്ത കഥകള്, ഇല്ലാത്ത സാക്ഷികള്, നടക്കാത്ത സംഭവങ്ങള് നിങ്ങളുടെ ബുദ്ധിക്ക് അസ്വാഭാവികമായി തോന്നിയാലും ഫ്ലൈറ്റുകൾ വരെ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ ശൈഖിന് കഴിവുണ്ടെന്ന് പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് വാശിയുടെ വിഷയമല്ല, മറിച്ച് പരലോകത്തിന്റെ വിഷയമാണ്. അള്ളാഹുവിന്റെ അടിമകളായ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹനെ മാത്രം ആരാധിക്കാനാണ് സൃഷ്ടിച്ചത് എങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ റബ്ബിന് നൽകേണ്ട ആരാധനയിൽ അല്ലാഹുവല്ലാത്ത ആരെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പങ്കു ചേർത്താൽ അതിനെയാണ് ശിർക്ക് എന്ന് പറയാ. അത് അല്ലാഹു പൊറുക്കൂല. അതല്ലാത്തതെല്ലാം ഒരു വേള റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് അവൻ പൊറുത്തു തന്നു എന്ന് വരാം. ആ ശിർക്കുമായിട്ടാണോ മരിക്കുന്നത്, നരകമാണ് അവരുടെ സങ്കേതമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം അയാളുടെ മേൽ നിഷിദ്ധമാക്കി, ഹറാമാക്കി. വമഅവാഹുന്നാർ, അയാളുടെ സ്ഥാനം നരകമാണ്. പ്രവാചകന്മാരെ തങ്ങളുടെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാത്തവരെ വെടിയണമെന്ന് കേവലം വർത്തമാനം പറഞ്ഞവരല്ല. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങൾ, പ്രയാസങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, കഷ്ടതകളാകട്ടെ, ആവശ്യങ്ങളാകട്ടെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിന്റെ ഏടുകളിലൂടെ നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരബദ്ധം സംഭവിച്ചപ്പോ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും കൂടെ പറഞ്ഞ വാചകമല്ലേ, റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബഹുദൈവാരാധനയിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്യനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. പ്രയാസങ്ങളിൽ അകപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം
കടലിന്റെ ആഴത്തിൽ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയ യൂനുസ് അലൈഹിസ്സലാം, മക്കളില്ലാതെ പ്രായാധിക്യം വരെ പരീക്ഷിക്കപ്പെട്ട സക്കറിയ നബി അലൈഹിസ്സലാം, നിങ്ങൾ ഏത് പ്രവാചകന്മാരെ എടുത്തു നോക്കിക്കോ, ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിൽ എന്തേ മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബി അറിയാഞ്ഞിട്ടാ, ഈസാ നബി അറിയാഞ്ഞിട്ടാ, മൂസാ നബി അറിയാഞ്ഞിട്ടാ? അവർ അമ്പിയാക്കന്മാരല്ലാഞ്ഞിട്ടാണോ? അവർക്ക് കറാമത്തുകൾ ഇല്ലാഞ്ഞിട്ടാണോ? ലോകത്ത് കഴിഞ്ഞു പോയ വലിയുകളെ ഔലിയാക്കൾ അറിയാഞ്ഞിട്ടാണോ? ആ പ്രവാചകന്മാരെക്കാൾ വലിയ ഔലിയാക്കളുണ്ടോ? ആ അമ്പിയാക്കളെക്കാൾ മുഅ്ജിസത്തുള്ള ആളുകളുണ്ടോ? ഒരു പ്രവാചകനും തന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയെയും വിളിച്ചു തേടിയിട്ടില്ല, ഒരു വലിയനോടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ മുഴുവൻ പ്രാർത്ഥനകളും സഹായ തേട്ടങ്ങളും രാജാതിരാജനായ അല്ലാഹുവിനോട് മാത്രമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പറയാൻ, അത് പ്രഖ്യാപിക്കാൻ മാത്രമാണ് ഇന്ന് ലോകത്ത് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ പരിപാടികൾ, അതിൻ്റെ വേദികളിൽ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, റബ്ബിലേക്ക് മടങ്ങി വരണം. പടപ്പുകളെ വിട്ട് പടച്ചവനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ഈ സമൂഹം കടന്നു വന്നാലല്ലാതെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഈ തൗഹീദിലൂടെയല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ അല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരവും അവർക്ക് കാണാൻ കഴിയില്ല എന്ന പരമമായ യാഥാർത്ഥ്യമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ശിർക്ക് ചെയ്യാൻ, ആ ശിർക്കിന് നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, എന്ത് ന്യായങ്ങൾ നിരത്തിയാലും ശരി, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, ആ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ ഒരു പ്രമാണവും അവർക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ശിർക്കിനെ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഗുരുതരമായ പാപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിർവഹിക്കുന്ന പാപങ്ങളിൽ, തെറ്റുകളിൽ വെച്ച് ഏറ്റവും ഗൗരവകരമായ പാപം ഏതെന്ന? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്റെ റബ്ബ്, ആ റബ്ബിന് നീ സമന്മാരെ തുല്യരെ ഉണ്ടാക്കലാണ്, ആ റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ എന്നാണ്. ആ വാക്കിൻ്റെ ഗൗരവം നിങ്ങൾ നോക്കണം. നമ്മെ സൃഷ്ടിച്ചവനല്ല. നിങ്ങൾ ചോദിക്ക്, അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, തേടുന്ന, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിആനാണ്, ഞങ്ങൾ ഇസ്തിശ്ഫാഅാണ്, ഇവർ നാളെ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ തേടുന്നത്. 100 ന്യായങ്ങളാണ്. ശരി ശരി, അങ്ങനെ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ശിർക്ക് വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. ആ ശിർക്ക് ചെയ്യുന്ന, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ ഏറെ ഗുരുതരമായ, അല്ലാഹുവിങ്കൽ ഗുരുതരമായ പാപം, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണ്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എങ്കിൽ, സൃഷ്ടിച്ചതാ അല്ലയാണ്, സംവിധാനിച്ചവൻ ആരാ? അല്ലയാണ്. കുടിക്കാൻ വെള്ളം നൽകിയവൻ ആരാ? അല്ലാഹുവാൻ. കഴിക്കാൻ ഭക്ഷണം സംവിധാനിച്ചവൻ ആരാ? അല്ലാഹുവാൻ. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ആരാ? അല്ലാഹുവാൻ. അത് നിമിഷം തരിശായ ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നവൻ ആരാ? അതും അല്ലാഹുവാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പുറകിലുള്ള ചേതോവികാരം ആരാണെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ അല്ലാഹുവാൻ. സൃഷ്ടിച്ചവനല്ല, സംവിധാനിച്ചവനല്ല, രോഗം തരുന്നവനല്ല, രോഗം മാറ്റുന്നവനല്ല, ജീവിപ്പിച്ചവനല്ല, മരിപ്പിക്കുന്നവനല്ല, എല്ലാം അല്ല. എന്നാലോ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ സൃഷ്ടിച്ചത് നിന്റെ റബ്ബായിരിക്കെ അവന് പുറമെ മറ്റുള്ളവരെ, അവന് പുറമെയുള്ളവർ നീ സമന്മാരെ ഉണ്ടാക്കലാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായ തിന്മയെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാൾ ശിർക്ക് ചെയ്താലേ ആ മനുഷ്യനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ ഏറ്റവും വലിയ സങ്കടം എന്തറിയോ? സ്വലാത്തുകൾ ആളുകൾക്ക് തൗഹീദ് പറയാനല്ല, ശിർക്ക് പറയാൻ ഭയങ്കര ആവേശാണ്. പറയുന്നത് മുഴുവൻ പച്ച ശിർക്കിന്റെ വരികൾ,
എഴുതി വെച്ചത് മുഴുവൻ മാല മൗലൂദുകൾ, റാത്തീബുകൾ, ഹദ്ദാദുകൾ, ഇത് മുഴുവൻ ശിർക്കിന്റെ വരികളാണ്. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടത്തിലൂടെ പഠിപ്പിച്ച സുന്നത്തിന്റെ ആയിരക്കണക്കിന് അധ്യാപനങ്ങളുണ്ട്. ഉമ്മത്തിന് അത് വേണ്ട. ഇല്ലാത്ത സ്വലാത്തുകൾ, ഇല്ലാത്ത ദിക്ർ ഹൽക്കുകൾ, ഇങ്ങനെ ബിദ്അത്തിന്റെ ഘോഷങ്ങളാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനിസ്ലാമികതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, ഈ തൗഹീദിന്റെ ശരിയായ ആദർശം മനസ്സിലാക്കാൻ, ആ സുന്നത്തിന്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലെ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഇതൊക്കെ പഠിച്ച്, ഇതൊക്കെ മനസ്സിലാക്കി ഒക്കെ ചെയ്യണ ഞങ്ങള് ശിർക്ക് ചെയ്യോ? ഞങ്ങൾ ശിർക്കുണ്ടാകോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൻ്റെ സ്വഹാബത്തിലെ പ്രിയങ്കരായ ആളുകൾ പറഞ്ഞത്, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംലി എന്നാണ്. ഉറുമ്പിന്റെ കാലിനേക്കാൾ, നമ്മൾ പറയാറുണ്ട്, കൂരിട്ടത്ത് ഒരു കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പുകൾ അരിച്ചു വരുന്നത് പോലെ അതിൻ്റെ ആ കാലുകൾ, നിസാരമായ ഉറുമ്പിന്റെ കാലുകൾ കാണാൻ എത്രമേൽ നിസാരമാണോ, ഗോപ്യമാണോ, അതുപോലെ ശിർക്ക് നിങ്ങളിലേക്ക് അരിച്ചു വരുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്ക് ഉമ്മത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് അരിച്ചരിച്ചു വരുന്ന കാഴ്ചകൾ ആലോചിച്ച് നോക്കണം. ഒരു സമൂഹത്തിലൂടെ, ഒരു ഭാഗത്തിലൂടെ പരസ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വേറെ വഴികളിലൂടെ രഹസ്യമായിട്ട് ഇതാ ആ ശിർക്കിന്റെ വരികൾ, ആ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ആ ശിർക്കിന്റെ ചിന്തകൾ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. പക്ഷേ ചെയ്യുന്നവർക്കോ, പറയുന്നവർക്കോ, വ്യാഖ്യാനിക്കുന്നവർക്കോ, വിശദീകരിക്കുന്നവർക്കോ തങ്ങൾ ഒരിക്കലും ശിർക്കിന്റെ അവസ്ഥയിലോ, ശിർക്കിന്റെ വഴികളിലേക്കോ, ശിർക്കിലേക്കുള്ള മാർഗത്തിലേക്കോ ആണെന്ന ബോധ്യമില്ല എന്നത് സങ്കടകരമാണ് സഹോദരങ്ങളെ. ശിർക്ക് അങ്ങനെ ലാഘവത്തോടുകൂടെ കാണേണ്ട ഒന്നല്ല. ശിർക്ക് നിസാരമായി പഠിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. ഒരു മനുഷ്യന്റെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന, സ്വർഗത്തെ ഹറാമാക്കുന്ന ഒരു കാര്യം, അത് നിസ്സാരമായി ലാഘവത്തോടുകൂടെ അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഗൗരവകരമായി പഠിപ്പിച്ച കാര്യമാണ് ശിർക്ക്. അതുകൊണ്ട് ആ ശിർക്കിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം. ആ ശിർക്ക് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ ആ ശിർക്കിനെ അനുകൂലിക്കുന്ന അവസ്ഥ വരാതെ ഓരോരുത്തരും സൂക്ഷിക്കണം. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ മരിക്കാൻ കിടക്കുമ്പോ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ യഅഖൂബ് അലൈഹിസ്സലാമയെ പറ്റിയൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ മക്കളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹിസ്സലാമക്ക് മരണമാസന്നമായപ്പോൾ തൻ്റെ ഒരുപാട് മക്കളുള്ള തൻ്റെ മക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് എൻ്റെ കാലശേഷം നിങ്ങൾ ആരാധിക്കുക എന്ന്. ആരെ ഈ ചോദിക്കണത്? അള്ളാഹു പ്രവാചകനായി തെരഞ്ഞയച്ച ഒരാള് തൻ്റെ മക്കളോട് ചോദിക്കുക, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്തേ? അവർ അള്ളാഹുവിനെ മാത്രമാണോ ആരാധിക്കുക? അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും അവർ ആരാധിക്കുമോ എന്ന ഭയം ഒരു പ്രവാചകനുണ്ടായിരുന്നുവെങ്കിൽ, ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, ഗൗരവത്തിൽ ആ കാര്യത്തെ കാണണേ, പഠിക്കണേ, മനസ്സിലാക്കണേ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.